മാർത്താണ്ഡത്തെ പ്രശസ്തമായ കാക്കോട്ടുകോണം കുടുംബത്തിലെ അംഗമായ സുജാത ദേവി എന്ന അമ്മയാണിത്. അമ്മ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. വീൽ ചെയറിൽ ഇരുന്നായാലും ഈ കാഴ്ചകളൊക്കെ കാണണമെന്ന ആഗ്രഹത്തിലാണ് അമ്മ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് തൂക്കത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അമ്മയുടെ 2 പെൺമക്കളാണ് ചുറ്റും നിൽക്കുന്നത്. അത് പേരക്കുട്ടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ള കഥകൾ നമുക്ക് കേൾക്കാം. അമ്മ, തൂക്കത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ വരാറുണ്ടായിരുന്നു. പിള്ളേരും ഞാനും ഒക്കെ കൂടി വരും. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു 3ാമത്തെ മകൻ കുളിപ്പാൻ വഴിയെടുത്ത് വെള്ളത്തിൽ വീഴുന്നു മരിച്ചു. പിന്നെ അതിനുശേഷം വീട് വിട്ട് ഇറങ്ങാൻ ഞാൻ വീട്ടിനകത്ത് കഴിഞ്ഞു കൂടിയതാണ്. അവരെല്ലാവരും വെളിയിലൊക്കെ പോകും, ഞാൻ പോവില്ല. അതിലെൻ്റെ ഓർമ്മകളും കൂടി നശിച്ചു വരും. പിന്നെ ഓർമ്മ വന്നതും അവരൂരൊക്കെയായിട്ട് ഞാൻ ഉള്ളതെല്ലാം പറഞ്ഞു തരാം. അമ്മയുടെ കുടുംബം ഇതുപോലെ തൂക്കം കഴിഞ്ഞ് വരുന്നവർക്ക് സദ്യ ഒരുക്കിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അത് വച്ചു കൊടുത്ത് കൊണ്ട് തരും. ഇത്രയല്ലാതെ ഒരു ഓർമ്മയില്ല. വയസ്സായിട്ടുണ്ട്. 90 വയസ്സ് കഴിഞ്ഞു. പിന്നെ എൻ്റെ കഷ്ടകാലം കൊണ്ട് ഇന്ന് ഞാൻ ഏച്ച് നടക്കുന്നു. കുളിക്കും, തലയെല്ലാം തുടച്ചെടുക്കും, എല്ലാം ചെയ്യുന്നു. അത് എൻ്റെ കർമ്മത്തിൻ്റെ പോക്കാണ്. ഇന്നും കഷ്ടം തീരുന്നില്ല. അതാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാവരും ഓർമ്മയൊക്കെ കുറവാണ്. അവരോട് കഷ്ടം ഉള്ളതെല്ലാം പറഞ്ഞു തരാം. നടന്നത് ഒന്നെല്ലാം പറയും, കള്ളങ്ങളല്ല. ഞാൻ അവരോട് പറഞ്ഞ് എഴുതി വാങ്ങിച്ചു തരാം. തൂക്കത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് ഇപ്പോൾ ഒരു ഓർമ്മയില്ല. ഓർമ്മ വരും, ഓർമ്മ പോവും. എന്നാലും തൂക്കം കാണാൻ വരണമെന്ന് എങ്ങനെ മക്കളോട് പറഞ്ഞു? അതൊരു ഓർമ്മ തന്നു. ഈ ഒരു തൂക്കവും കണ്ട അടുത്ത തൂക്കത്തിൽ ഞാൻ കാണില്ല. ഞാൻ അതിന് മുമ്പേ മരിക്കുന്നതാണ് എൻ്റെ ലാതയായിട്ട് വരാം. അതുകൊണ്ട് ഒരു തൂക്കം കൂടി കണ്ടു. അടുത്ത തൂക്കത്തിൽ ഞാൻ ഇരിക്കില്ല. അതിൻ്റെ ലാതയത്തിൽ അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഏകദേശം 100 വയസ്സ് വരെ ആയി. 100 വയസ്സായ ആൾ എത്ര ദിവസം കിടക്കുമെന്നൊന്നും പറഞ്ഞൂടാ. എന്നാൽ ഞാൻ സുഖമില്ലാതെ കിടക്കുമില്ലെന്ന് ഇതിനടത്തിനേച്ച് പോകാം. പരത്തിരുന്നവർ കേട്ട് ഇവിടെ പോകുന്നത് ഒരുമാതിരി സുഖമില്ലാതിരിക്കുന്നു. കുറച്ച് ഉറങ്ങിയിട്ട് വരാൻ അടുത്തുള്ള കച്ചയിൽ കിടന്നു. അമ്മ എല്ലാ വർഷവും തൂക്കം കാണാൻ വരാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ ഒരു മകൻ മരിച്ച കാലം കുറച്ച് ഇടയ്ക്ക് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പം അമ്മ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് തൂക്കം ഈ വർഷം കാണണം, ഞാൻ ഇനി അടുത്ത വർഷം ഉണ്ടായില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു എനിക്ക് ഈ വർഷം തൂക്കം കാണണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ രാവിലെ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെ താമസിക്കുന്നത്. അവിടെ നിന്ന് അമ്മയെ തൂക്കം കാണാനായിട്ട് ഇവിടെ വന്നത്. അതുകൊണ്ട് പിന്നെ അമ്മ മുമ്പുള്ള തൂക്കം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എല്ലാവരും കൂടെ വീട്ടിൽ വരും. വളരെ ആഘോഷം തന്നെയാണ്. അവിടെ സദ്യയൊക്കെ ഒരുക്കി എല്ലാ വർഷവും എല്ലാ ബന്ധുക്കളും വരാറുണ്ട്. അതൊരു ഓർമ്മ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഈ വർഷവും തറവാട്ടിൽ വന്നിട്ട് നമ്മുടെ ദേവി ഈ തൂക്കം കാണാൻ വരണം എന്ന് അമ്മ പറഞ്ഞതിൻ്റെ കാര്യം. പഴയ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് തൂക്കം കാണാൻ വരാറുണ്ട്. ഇതാ പറഞ്ഞതുപോലെ നിറയെ ബന്ധുക്കൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അമ്മ തന്നെയാണ് എല്ലാ പേർക്കും സദ്യ. എല്ലാ തൂക്കത്തിനും ഒത്തിരി ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്ത് അവിടെ വന്ന് താമസിച്ച് തൂക്കമൊക്കെ കണ്ട് തിരിച്ചു പോകാറുണ്ട്. അതിന് സദ്യ ഒരുക്കുന്നതെല്ലാം അമ്മ തന്നെയാണ്. കുട്ടിക്കാലത്തെ തൂക്കം എന്ന് പറയുന്നത് ഞങ്ങൾ തൊട്ടടുത്താണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ഞങ്ങൾ അവിടെയാണ് പഠിച്ചത്. ആ ദിവസം നമുക്ക് വർക്കിംഗ് ഡേ എന്ന എക്സാമുള്ള ദിവസമായിരിക്കും. ഞങ്ങൾ എത്രയും വേഗം പരീക്ഷ എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പേപ്പർ കൊടുത്തിട്ട് ഞങ്ങൾ തൂക്കം കാണാനായിട്ട് ഓടി വരാം. തൊട്ടടുത്താണ് ഈ ഹയർ സെക്കൻഡറി സ്കൂള്. ഈ കുടുംബത്തിലെ ഒരു തലമുറയിലുള്ള ആളാണിത്. പേരെന്താ? ഗോപി കൃഷ്ണ. ഗോപി കൃഷ്ണ. നോക്കൂ, 100 വയസ്സോളം പ്രായമുള്ള അമ്മുമ്മ, പിന്നെ അമ്മ. ഈ ഒരു തലമുറയിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ ഒരാളായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ തൂക്കത്തിനെയൊക്കെ ഒരു ന്യൂജൻ കുട്ടി എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു? ഞാൻ ഇത് ആദ്യമായിട്ടാണ് തൂക്കത്തിന് വരുന്നത്. എല്ലാം കാണാൻ പറ്റി, തൊഴാൻ പറ്റി, വളരെ സന്തോഷം ആണ്. അമ്മുമ്മയുടെ അടുത്ത് കഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. പഴയ കാലത്തുള്ള കഥകളൊക്കെ പറയാറുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ MSc കഴിഞ്ഞിരിക്കുകയാണ്. പേരെന്താ? ഗോപി കൃഷ്ണ. എന്തായാലും അമ്മ എന്നോട് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. എനിക്ക് ഓർമ്മയൊന്നും ഇല്ല നല്ലതുപോലെ. എന്നാലും അമ്മയുടെ എന്താ പറയുക, പഴകിയ ആ ഓർമ്മകൾക്കിടയിൽ നിന്ന് അമ്മ എന്തൊക്കെയോ പറഞ്ഞു. അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ 2 പെൺമക്കളുണ്ടായിരുന്നു. അമ്മയുടെ പേരക്കുട്ടിയുണ്ട്. എന്തായാലും അമ്മയുടെ ആ ഒരു ആഗ്രഹം, അടുത്ത കൊല്ലം തൂക്കത്തിന് ഞാൻ ഉണ്ടാവില്ലെങ്കിലോ എന്നുള്ള ആ ഒരു 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 ചിന്തയിൽ അമ്മ വീണ്ടും തൂക്കം കാണാൻ വന്ന് ഇവിടെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അടുത്ത കൊല്ലവും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലെ അമ്മയ്ക്ക് ആരോഗ്യത്തോടു കൂടി ഈ മക്കളോടൊപ്പം, ഈ പേരക്കുഞ്ഞിനോടൊപ്പം ഒക്കെ ഇവിടെ വന്ന അമ്മയുടെ നടയിൽ ഈ കാഴ്ചകൾ വീണ്ടും കാണാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ. തൂക്കം കാണുന്നതിന് വേണ്ടിയിട്ട് നടന്നു വരാൻ പോലും തയ്യാറാണ്. എത്ര ഞാൻ ചോദിച്ചു,
എത്ര ദൂരമാണെങ്കിലും ഞാൻ തൂക്കം കണ്ടിട്ട് വരുള്ളൂ. കാരണം ഈ 5 മക്കളും എല്ലാവരും ടീച്ചർമാരാണ്. അവർ ടീച്ചർമാരാക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ ടീച്ചറാക്കണം എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ കാര്യം. എല്ലാവരും ഇപ്പോൾ എറണാകുളത്ത് ഫാക്ടറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. AHM ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്ത സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 സഹോദരന്മാർ, ഒരാളിവിടെ റിട്ടയർഡ് ആയത്. ബാക്കിയുള്ള ഒരു മോനും ടീച്ചറാണ്. എല്ലാവരും കുടുംബസമേതം അധ്യാപകരാണ്. അപ്പോൾ എന്നോടിപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് പറയണം തൂക്കം കാണാൻ നിർബന്ധമായിട്ട്. പത്രത്തിൽ വന്ന ന്യൂസ് ഞാൻ വായിച്ചു. അതോടുകൂടി പിന്നെ ഇന്നലെ ഉറക്കമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ടല്ലാതെ ബാക്കി ഇതില്ല. ആ ഒരു ആവേശമുണ്ട്. ധാരാളം കഥകൾ അമ്മയ്ക്ക് അറിയാം. പക്ഷെ ഇപ്പോൾ ഒത്തിരി ടെൻഷൻ ആയതുകൊണ്ടാണ് എല്ലാം ഓർമ്മ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം അമ്മ അവിടെ എല്ലാവർക്കും ബന്ധുക്കൾക്ക് മുഴുവനും വച്ചു വിളമ്പലും ഇതാണ്. എന്ന് വെച്ചാൽ അവർ തൂക്കം കാണാൻ വരുന്നു, വീണ്ടും അവിടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ തന്നെ ഏതാണ്ട് ഈ 10 ദിവസം അമ്മയുടെ വീട്ടിലാണ് ഈ ബന്ധുക്കളൊക്കെ താമസിക്കുന്നത്. അമ്മ ഇങ്ങനെ വച്ചു വിളമ്പി എല്ലാവർക്കും ആഘോഷമാണ് ഞങ്ങൾക്ക് വീട്ടിലും. അത് ഓരോ വർഷം കഴിയുമ്പോൾ അടുത്ത തൂക്കത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നല്ല ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചു. ഇതുപോലെ തലമുറകളായി അല്ലെങ്കിൽ കുറേ കാലമായി ഈ തൂക്കം കണ്ട് ഇപ്പോഴും ആ വിശേഷങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ അമ്പലപ്പറമ്പിൽ. വയ്യായെങ്കിൽ പോലും വന്ന് ഒരു നോക്ക് ഇതൊക്കെ കാണണമെന്ന് കരുതി ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് നല്ല ദൃശ്യങ്ങളുടെ ഒരു സമ്മോഹനമാണ് ഈ തൂക്കം നടക്കുന്ന ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.